തൈറോയിഡിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടന്നില്ലെങ്കിൽ കാണപ്പെടുന്ന 10 അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമിതമായിട്ടുള്ള ക്ഷീണം. മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കില്ല, തൈറോയ്ഡ് ഫംഗ്ഷൻ ശരിയായിട്ട് നടന്നില്ലെങ്കിൽ അതുവഴി അമിതമായിട്ടുള്ള ക്ഷീണം കണ്ടുവരാറുണ്ട്. അതുപോലെ ശരീരഭാരം പെട്ടെന്ന് കുറയുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ശരീരഭാരം വർദ്ധിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിൽ തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ മൂഡ് വേരിയേഷൻസ്, ഇറിറ്റേഷൻ, ദേഷ്യം, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഈ അവസ്ഥകൾ. ഓവർ ആക്റ്റീവ് തൈറോയ്ഡ് ആണെങ്കിൽ ഇറിറ്റേഷൻ, ദേഷ്യം ഇങ്ങനെയുള്ള പ്രശ്നം കണ്ടുവരാറുണ്ട്. മൂഡ് സ്വിങ്സ് ഒക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ അണ്ടർ ആക്റ്റീവ് തൈറോയ്ഡ് ആണെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. അതുപോലെ തീരെ ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കം, ഈ ഒരു അവസ്ഥയിലും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ സ്കിന്നിൽ റഫ്നെസ് വരിക, സ്കിൻ ഡ്രൈ ആവുക, നെയിൽസ് ബ്രിറ്റിൽ ആവുക, നെയിൽസ് പൊട്ടിപ്പോവുക, ഈ അവസ്ഥകളിലും തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ബ്രെയിൻ ഫോഗ്, മെൻ്റൽ കൺഫ്യൂഷൻ, ഈ ഒരു അവസ്ഥയൊക്കെ ഹൈപ്പോതൈറോയിഡിസത്തിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ, മസിൽ വീക്ക്നെസ്, ഇവയൊക്കെ 80% ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിലും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പീരിയഡ്സിലുള്ള ഇറഗുലാരിറ്റീസ്, അമിതമായിട്ടുള്ള ഓവർ ബ്ലീഡിങ് അല്ലെങ്കിൽ തീരെ ബ്ലീഡിങ് കുറവ്, ഈ അവസ്ഥയിലും തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കിതപ്പ്, പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ് കൂടുക, ഈ ഒരു അവസ്ഥകളിലും തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും.